ഹലോ മൈ ഡിയേഴ്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് സ്നാക്സ് ആണ്. ബോൺലെസ് ചിക്കൻ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റോളാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പോൾ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കുക. അപ്പോൾ ഈസി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി നമുക്ക് കാണാം. അതിനാവശ്യമായി ഞാൻ ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത് നമ്മൾ കൊത്തി അരിയുമ്പോൾ കുറച്ച് അധികം ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ ഇത്രയേ എടുത്തിട്ടുള്ളൂ. കൂടുതൽ സ്നാക്സ് ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ചിക്കൻ എടുക്കാവുന്നതാണ്. ബോൺലെസ് ചിക്കൻ ആയിരിക്കണം, അതായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ്, കഴിക്കാനും നല്ലത് അതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലപോലെ കൊത്തി അരിഞ്ഞ പോലെ അരിഞ്ഞെടുക്കണേ. അപ്പോൾ അതിനുശേഷം ആവശ്യമുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, കുരുമുളക് പൊടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് അതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാനിലോട്ടേക്ക് നമ്മൾക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ടേക്ക് പെരിഞ്ജീരകം നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഇടുമ്പോഴും നല്ല ടേസ്റ്റാണ്. പിന്നെ പട്ട ഗ്രാമ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇടാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇത് എണ്ണയിലോട്ടേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ വെള്ളം ഒഴിക്കരുത്. ഈ എണ്ണയിൽ തന്നെ നമ്മൾ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത പോലെ ചെയ്തിട്ട് ഇതിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കണം. പിന്നെ ചിക്കന് കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ എന്തായാലും, അപ്പോൾ ആ വെള്ളവും ഈ ഓയിലും മതിയാവും. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തത് ക്യാപ്സിക്കം ഒരെണ്ണം മതി കേട്ടോ, നമ്മൾ അത്രയല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ ഒരെണ്ണം ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം മല്ലിയില ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കാം. പിന്നെ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം ഇവിടെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അതാ കണ്ടില്ലേ. അതിനുശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ടേക്ക് നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ പൊടികളും ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിരിക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ പെപ്പർ പൊടി. അപ്പോൾ അതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ സവാള ഒന്നും അധികം മൂത്ത് വരേണ്ട ആവശ്യമില്ല. കുറച്ചൊക്കെ നമുക്ക് സവാള പച്ചയ്ക്ക് കടിക്കുന്ന പോലെ ആണെങ്കിലായിരിക്കും റോളൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി പിന്നെ നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പ് അല്ലെ വേറെ എന്തെങ്കിലും ക്രീം അങ്ങനെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഒന്നും ചേർത്തില്ല, സോയാ സോസ് മാത്രമേ ചേർത്തുള്ളൂ. പിന്നെ മയോണീസ് പിന്നീട് ചേർക്കാം. അപ്പോൾ പിന്നെ ഒരു ബൗളിലോട്ടേക്ക് ഒരു 2 ടീസ്പൂണ് ഞാൻ മയോണീസ് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടിയും കുറച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ മിക്സ് ചെയ്തത് നമ്മൾ റോളിൻ്റെ കൂടെ ചിക്കൻ ചേർക്കുമല്ലോ, അപ്പോൾ അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനൊന്ന് ശ്രമിക്കണേ. ഇനി ഇത് ഞാൻ മൈദയിൽ ഉണ്ടാക്കിയ ചപ്പാത്തി പോലെയാണ്. ഞാൻ നേരത്തെ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത്. ഇനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ മിക്സിങ് ഇതിൻ്റെ നടുക്കോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മയോണീസ് മല്ലിയിലയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ഇതിൻ്റെ മേലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. കഴിക്കുമ്പോൾ ഒരു ക്രീമി പോലെ ഇരിക്കുമല്ലോ. ഇനി മയോണീസ് ഇഷ്ടമല്ലാത്തവർക്ക് അത് ചേർക്കണം എന്നില്ല. പിന്നെ ഈ ചിക്കൻ്റെ ഡിഷ് ഉണ്ടല്ലോ, അത് മാത്രം ചേർത്താലും മതിയാവും. ബോൺലെസ് ചിക്കൻ നല്ല കൊത്തി അരിഞ്ഞിട്ട് എളുപ്പത്തിൽ ഇങ്ങനെ നമുക്ക് വേഗം തയ്യാറാക്കാമല്ലോ. കുട്ടികൾക്ക് കഴിക്കാൻ എളുപ്പത്തിൽ കഴിക്കാൻ ബോൺലെസ് ചിക്കൻ ആയിരിക്കും നല്ലത്. നല്ല ടേസ്റ്റും കൂടിയാണ് ഇത്. അപ്പോൾ എൻ്റെ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എളുപ്പമല്ലേ, ഇപ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ഈവനിങ് സ്നാക്സ് ആണ് ഇത്.
അപ്പോൾ വീട്ടിൽ ബോൺലെസ് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ വേണമെങ്കിൽ നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നേരത്തെ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, കുക്കിംഗ്, ഗാർഡനിങ്, ബ്യൂട്ടി ടിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്